Hi friends, welcome PSC on the YouTube channel. Swagadam. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലൂടെ ഒരു വിജ്ഞാനയാത്ര മഹാരാഷ്ട്ര. ഓക്കെ, നമ്മൾ മധ്യപ്രദേശ് വരെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയെ കുറിച്ച് നോക്കാം. ഇതാണ് മഹാരാഷ്ട്രയുടെ മാപ്പ്. ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അല്ലേ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ചുവന്ന ഇതിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. വലതുവശത്തായിട്ട് അതിന്റെ ഡിസ്ട്രിക്റ്റുകൾ അടങ്ങിയ മാപ്പ് നിങ്ങൾക്ക് കാണാം. മഹാരാഷ്ട്ര സംസ്ഥാനം നിലവിൽ വന്നത് 1960 മെയ് 1-നാണ്. 1960 മെയ് 1-നാണ് മഹാരാഷ്ട്ര സംസ്ഥാനം നിലവിൽ വരുന്നത്. അതുവരെ ഗുജറാത്തും മഹാരാഷ്ട്രയും ഒരുമിച്ചായിരുന്നു, ഒറ്റ സംസ്ഥാനമായിരുന്നു ഗുജറാത്തും മഹാരാഷ്ട്രയും. 1956 നവംബർ 1 രൂപീകരിച്ചപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഗുജറാത്തും മഹാരാഷ്ട്ര ഒറ്റ സംസ്ഥാനമായിരുന്നു. പിന്നീട് 1960 മെയ് 1-നാണ് ഗുജറാത്ത് വേറെ മഹാരാഷ്ട്ര വേറെ രണ്ട് സംസ്ഥാനമായിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ ഗുജറാത്തിന്റെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഗുജറാത്ത് സംസ്ഥാനവും നിലവിൽ വന്നത് 1960 മെയ് 1 തന്നെയാണ്. മഹാരാഷ്ട്ര നിലവിൽ വന്നതും അന്ന് തന്നെയാണ്. ഓക്കെ, 1960 മെയ് 1. ഓക്കെ, തലസ്ഥാനം മുംബൈ, ഹൈക്കോടതി ആസ്ഥാനവും മുംബൈ. ഹൈക്കോടതി ആസ്ഥാനവും തലസ്ഥാനവും ഏത് തന്നെയാണ്? മുംബൈ. മുൻപ് ബോംബെ എന്നായിരുന്നു, ഇപ്പൊ അത് മുംബൈ ആയി. ഓക്കെ, ബോംബെ ഹൈക്കോടതിയുടെ കീഴിലാണ് നമ്മുടെ മഹാരാഷ്ട്രയുടെയും ഗോവയുടെയൊക്കെ ഹൈക്കോടതി ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയുടെ വിസ്തീർണം 3,07,713 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, 3,07,713 ചതുരശ്ര കിലോമീറ്റർ. ആകെ ജില്ലകളുടെ എണ്ണം 36 ആണ്. ആകെ ജില്ലകൾ 36 ആണ്. 6 റവന്യൂ ഡിവിഷനിലായിട്ട് തിരിച്ചിട്ടുള്ള 36 ജില്ലകളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത്. ഓക്കെ, രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 19, ലോക്സഭാ മണ്ഡലങ്ങൾ 48, നിയമസഭാ മണ്ഡലങ്ങൾ 288. ഓക്കെ, രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം അല്ലെങ്കിൽ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 19, ലോക്സഭാ മണ്ഡലങ്ങൾ 48, നിയമസഭാ മണ്ഡലങ്ങൾ 288. ഔദ്യോഗിക പക്ഷി ഗ്രീൻ ഇംപീരിയൽ പീജിയൻ, ഒരു തരത്തിലുള്ള പ്രാവാണ്, നിങ്ങൾ ചിത്രത്തിൽ കാണാം അല്ലെ. ഗ്രീൻ ഇംപീരിയൽ പീജിയൻ, ഇതാണ് ഗ്രീൻ ഇംപീരിയൽ പീജിയൻ. ഇതാണ് മഹാരാഷ്ട്രയുടെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത്. ഔദ്യോഗിക മൃഗം മലയണ്ണാനാണ്. ഔദ്യോഗിക പുഷ്പം ജാരുൽ. ഔദ്യോഗിക ഭാഷ മറാത്തി. ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് ഇത്, മറാത്തി അല്ലെ ഔദ്യോഗിക ഭാഷ. ഔദ്യോഗിക പുഷ്പം ജാരുൽ. ഓക്കെ, ചിത്രത്തിൽ കാണുന്നതാണ് ജാരുൽ. പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലുപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലുപ്പത്തിൽ 3-ാം സ്ഥാനത്ത്, ഏറ്റവും വലിയ 3-ാമത്തെ സംസ്ഥാനമാണ് ഏത്? മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം റോഡ് ശൃംഖലയുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും അധികം റോഡ് ശൃംഖല, നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം അല്ലെ. റോഡ് ശൃംഖല ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നതും മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? മഹാരാഷ്ട്ര തന്നെയാണ്. പ്രധാനമായിട്ട് ഒഴുകുന്ന നദികൾ ഗോദാവരി, താപ്തി, ഇന്ദ്രാവതി, കൃഷ്ണ. ഓക്കെ, ഇവിടെ നിന്നാണ്, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് കൃഷ്ണയൊക്കെ ഉത്ഭവിക്കുന്നത് തന്നെ. കൃഷ്ണയും ഗോദാവരിയൊക്കെ ഉത്ഭവിക്കുന്നത് തന്നെ മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഓക്കെ, ഗോദാവരി, താപ്തി, കൃഷ്ണ, ഇന്ദ്രാവതി, കൃഷ്ണ. പ്രധാന കൃഷി ഇനങ്ങൾ. മഹാരാഷ്ട്ര സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കൃഷി ഇനങ്ങളാണ് ഗോതമ്പ്, കരിമ്പ്, നിലക്കടല, നെല്ല്, ചോളം, പരുത്തി തുടങ്ങിയവ. ഓക്കെ, ഗോതമ്പ്, കരിമ്പ്, നിലക്കടല, നെല്ല്, ചോളം, പരുത്തി, ഇവയൊക്കെ മഹാരാഷ്ട്രയിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ്. ഓക്കെ, സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം, സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയവും ജഹാംഗീർ ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നതും മുംബൈയിലാണ്. ഓക്കെ, പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയവും ജഹാംഗീർ ആർട്ട് ഗാലറിയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ആധാർ ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലൂടെ ശമ്പളം നൽകിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മുംബൈ. ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലൂടെ, നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടല്ലേ ആധാറുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ അതുപോലെ ആധാർ ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലൂടെ ശമ്പളം നൽകിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാന, അല്ലെ മഹാരാഷ്ട്രയിലെ പ്രധാന വിമാനത്താവളങ്ങൾ എവിടെയൊക്കെയാണ്? മുംബൈയിലുണ്ട്, പൂനെ, നാഗ്പൂർ, ഔറംഗാബാദ് എന്നീ സ്ഥലങ്ങളിലാണ് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മുംബൈ, പൂനെ, നാഗ്പൂർ, ഔറംഗാബാദ്. ഓക്കെ, കിഴക്കിന്റെ ഓക്സ്ഫോർഡ്, ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്, കിസഹക്കിന്റെ എന്നാണ് എഴുതിയിരിക്കുന്നത്, ക്ഷമിക്കുക, ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്നതാണ്. കിഴക്കിന്റെ ഓക്സ്ഫോർഡ്.
കിഴക്കിന്റെ ഓക്സ്ഫോർഡ്, ഡെക്കാന്റെ രത്നം എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ സ്ഥലമാണ് പൂനെ. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് നോട്ട് ചെയ്യുക. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് ആണ്. കിഴക്കിന്റെ ഓക്സ്ഫോർഡ്, ഡെക്കാന്റെ രത്നം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൂനെ. മഹാരാഷ്ട്രയിലുള്ള പൂനെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഏത്? പൂനെ എന്ന് പറയുന്നത്. പാവപ്പെട്ടവന്റെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് BVK മക്ബാരയാണ്. ചിത്രത്തിൽ കാണാം. ഇതാണ് BVK മക്ബാര. ഇതാണ് പാവപ്പെട്ടവന്റെ താജ്മഹൽ. താജ്മഹൽ യഥാർത്ഥ താജ്മഹൽ ആഗ്രയിലാണ് അല്ലെ? ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ എന്ന് പറയുന്നത്. പാവപ്പെട്ടവന്റെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് BVK മക്ബാരയാണ്. ഇത് ഔറംഗാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഔറംഗാബാദിലാണ് ഏത്? BVK മക്ബാര. പാവങ്ങളുടെ അല്ലെ പാവപ്പെട്ടവന്റെ താജ്മഹൽ എന്നറിയപ്പെടുന്ന BVK മക്ബാര. ഓക്കെ. ഇന്ത്യയിലെ പ്രമുഖ എണ്ണ ഖനന കേന്ദ്രമാണ് ബോംബെ ഹൈ. ഇന്ത്യയിലെ പ്രമുഖ എണ്ണ ഖനന കേന്ദ്രമാണ് ഇത് ബോംബെ ഹൈ എന്ന് പറയുന്നത്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ BARC, BARC, ബാർക്ക്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ മഹാരാഷ്ട്രയിലെ ട്രോംബെ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ട്രോംബെ. ഓക്കെ. പ്രാചീന ഗുഹാക്ഷേത്രങ്ങളായ അജന്ത എല്ലോറ കേവ്സ്. അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദിലാണ്. ഓക്കെ. അജന്ത എല്ലോറ കേവ്സ് ചിത്രത്തിൽ കാണാം അല്ലെ? അജന്ത എല്ലോറ ക്ഷേത്രം അല്ലെങ്കിൽ ഗുഹാക്ഷേത്രങ്ങളായ അജന്ത എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ്. ഔറംഗാബാദ്. ഓക്കെ. കുംഭമേള നടക്കുന്ന നാസിക് ഗോദാവരിയുടെ തീരത്താണ്. ഓക്കെ. 4 സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്നു എന്ന് നമ്മൾ മധ്യപ്രദേശ് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ? ഹരിദ്വാറിൽ നടക്കുന്നുണ്ട്, ഗംഗയുടെ തീരത്ത് ഹരിദ്വാറില്, ക്ഷിപ്ര നദിയുടെ തീരത്ത് ഉജ്ജയിൻ, ഗോദാവരിയുടെ തീരത്ത് നാസിക്, അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജില് ഈ 4 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും കുംഭമേള നടക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ മഹാരാഷ്ട്രയിൽ നടക്കുന്നത് ഗോദാവരിയുടെ തീരത്ത് നാസിക്, ഗോദാവരിയുടെ തീരത്തായ നാസിക്കിലാണ് കുംഭമേള നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ. മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ആണ്. മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ആണ്. ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആണ്. ഓക്കെ. മുന്തിരി നഗരം നാസിക്, ഓറഞ്ച് നഗരം നാഗ്പൂർ. ഓക്കെ. ക്ലിയർ ആണല്ലോ? ദേശീയ പ്രതിരോധ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ദേശീയ പ്രതിരോധ അക്കാദമി, നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഉൽക്കാപതന ഫലമായി രൂപം കണ്ട തടാകമാണ് ലോണാർ തടാകം. പ്രശസ്തമായ ലോണാർ തടാകം മഹാരാഷ്ട്രയിലാണ്. അത് എങ്ങനെ രൂപം കൊണ്ടത്? ഉൽക്കാപതനത്തിന്റെ ഫലമായിട്ടാണ് ലോണാർ തടാകം രൂപം കൊണ്ടത്. അതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇന്ത്യയുടെ വ്യവസായിക തലസ്ഥാനം. ഇനി പറയുന്നതെല്ലാം മുംബൈയെ കുറിച്ചാണ് കേട്ടോ. മുംബൈയെ കുറിച്ചുള്ള കുറച്ച് വിശേഷണങ്ങളാണ്. ഒരുപാട് കാര്യം നമ്മൾ സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് മഹാരാഷ്ട്രയെ കുറിച്ചാണ്. ഓക്കെ. അത്രയ്ക്ക് പ്രധാനപ്പെട്ട സംസ്ഥാനവും അവിടുത്തെ നഗരങ്ങളും എല്ലാം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. ഒരുപാട് പ്രാവശ്യം PSC ആവർത്തിച്ച ചോദ്യങ്ങളാണ് അല്ലെ? മഹാരാഷ്ട്ര എന്നുത്തരം വരുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. മഹാരാഷ്ട്രയിലെ പല സ്ഥലങ്ങളായ മുംബൈ, പൂനെ, നാസിക്, ഔറംഗാബാദ് എന്നിവയൊക്കെ പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളാണ്. ഓക്കെ. ഉത്തരങ്ങളായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി പറയുന്നതെല്ലാം മുംബൈയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ചിത്രത്തിൽ കാണാൻ ഒരു നൈറ്റ് വ്യൂ ആണ് കേട്ടോ. മുംബൈ എന്ന സിറ്റിയുടെ ഒരു നൈറ്റ് വ്യൂ ആണ് ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതും മുംബൈയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതും മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നതും മുംബൈയാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് സെവൻ ഐലൻഡ്സ് എന്നൊക്കെ പറയാം അല്ലെ? അത് എവിടെയാണ്? ഏതാണ്? മുംബൈയാണ് വിശേഷിപ്പിക്കുന്നത്. ദ ടവർ ഓഫ് സൈലൻസ് എവിടെയാണ്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടവർ ഓഫ് സൈലൻസ്. ഉറക്കമില്ലാത്ത നഗരം എന്നറിയപ്പെടുന്നതും മുംബൈയാണ്. ഉറക്കമില്ലാത്ത നഗരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം അല്ലെങ്കിൽ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? മഹാരാഷ്ട്രയിലെ മുംബൈ. ഓക്കെ. ഇന്ത്യയുടെ വാതായനം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതും മുംബൈയിലാണ്. ഓക്കെ. ഇന്ത്യയുടെ വാതായനം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് എന്നുകൂടി ഓർത്തിരിക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. 1911 ജോർജ് അഞ്ചാമന്റെയും പത്നി മേരിയുടെയും സന്ദർശനത്തിന്റെ സ്മരണയ്ക്കാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണിതത്. ഓക്കെ. 1924 ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണിയുന്നത് അല്ലെങ്കിൽ പണിയെഴുപ്പിക്കുന്നത്. ആരുടെ സ്മരണാർത്ഥമാണ്? 1911 ജോർജ് അഞ്ചാമന്റെയും പത്നി മേരിയുടെയും സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഏത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പണിതിരിക്കുന്നത്. പണിയെടുപ്പിച്ചത് 1924
ജോർജ് അഞ്ചാമനും പത്നിയായ മേരിയും ഇന്ത്യ സന്ദർശിച്ചത് എന്നാണ് 1911 എന്നുകൂടി ഓർക്കുക. ഓക്കെ, പ്രധാന മേജർ തുറമുഖങ്ങളാണ് അല്ലെങ്കിൽ മേജർ പദവിയുള്ള തുറമുഖങ്ങളാണ് മുംബൈയും ജവഹർലാൽ നെഹ്റു പോർട്ടും. മുംബൈ പോർട്ടും ജവഹർലാൽ നെഹ്റു പോർട്ട്, നവശേവ പോർട്ട് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, മുംബൈ പോർട്ടും ജവഹർലാൽ നെഹ്റു പോർട്ട്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നതാണ് മുംബൈ തുറമുഖം. ഓക്കെ, ഇന്ത്യയുടെ പരുത്തി ഏറ്റവും കൂടുതൽ, പരുത്തി കോട്ടൺ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന പോർട്ടാണ് ഏത്? മുംബൈ പോർട്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് മുംബൈയെ കേൾക്കുന്നത്. പോർട്ടുകളെ കുറിച്ചെല്ലാം നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. ഓക്കെ, ഇന്ത്യയിലെ മേജർ പോർട്ട് 13 മേജർ പോർട്ടുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, ഇനി മുംബൈ ബോംബർ എന്നറിയപ്പെടുന്നത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഓക്കെ, മുംബൈ ബോംബർ എന്നറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. മുംബൈ ഡക്ക് എന്നറിയപ്പെടുന്നത് അജിത് അഗാർക്കർ ആണ്. ഓക്കെ, മുംബൈ ഡക്ക് എന്നറിയപ്പെടുന്നത് അജിത് അഗാർക്കർ ആണ്. ബൗളർ ആണ് അല്ലേ, എല്ലാവർക്കും അറിയാലോ. ഇനി മുംബൈയിലെ സിനിമാ നിർമ്മാണശാലയാണ് ബോളിവുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, മുംബൈയിലെ സിനിമാ നിർമ്മാണശാലയാണ് നമ്മൾ ബോളിവുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബോളിവുഡ് എന്നറിയപ്പെടുന്നത് മുംബൈയിലെ സിനിമാ നിർമ്മാണശാലയാണ് ഇത്, ബോളിവുഡ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായിട്ട് നടന്നത് അത് മുംബൈയിലാണ്. 1952. 1952 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. അത് എവിടെ വെച്ചിട്ടാണ്? മുംബൈയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഓപ്പൺ ജയിൽ സ്ഥിതി ചെയ്യുന്നത് യർവാദ ജയിലാണ്. മുംബൈയിലുള്ള യർവാദ ജയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഓപ്പൺ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സെൻട്രൽ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ എന്നിവയുടെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈയിലെ രണ്ട് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളാണ് സെൻട്രൽ റെയിൽവേയുടെയും വെസ്റ്റേൺ റെയിൽവേയുടെയും. അതായത് മുംബൈ CSC ഛത്രപതി ശിവാജി ടെർമിനൽ അതും മറ്റൊരു റെയിൽവേ സ്റ്റേഷനുമാണ്. ഇത് സെൻട്രൽ റെയിൽവേയുടെയും വെസ്റ്റേൺ റെയിൽവേയുടെയും ആസ്ഥാനം എന്ന് പറയുന്നത്. രണ്ട് റെയിൽവേ സോൺസിനെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെയിൽവേ സോൺസ് ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയും. ജിന്ന ഹൗസ്, മലബാർ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ജിന്ന ഹൗസ്, മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മലബാർ ഹിൽസ് ഒരിക്കൽ PSC ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കേരള ഓപ്ഷനിലുണ്ടായ മലബാർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കേരളത്തെ പറയും. നമ്മൾ കേരളത്തെ തെറ്റിച്ചിട്ടൊക്കെ ഉള്ളതാണ് അല്ലേ. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. INS കുഞ്ഞാലി നാവിക പരിശീലന കേന്ദ്രം മുംബൈയിലാണ്. INS കുഞ്ഞാലി നാവിക പരിശീലന കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി INC-യുടെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1885 അതെവിടെ വെച്ചാണ്? മുംബൈയിലാണ് നടക്കുന്നത്. എവിടെ? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് INC-യുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. 1885 ഡിസംബർ 28 INC-യുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ATM നിലവിൽ വന്നത് മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ATM നിലവിൽ വന്നത്, എനി ടൈം മണി എന്നൊക്കെ പറയില്ലേ, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ എന്നതാണ് യഥാർത്ഥ നമ്മൾ ATM അല്ലെങ്കിൽ എനി ടൈം മണി എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ഓക്കെ, അത് ആദ്യമായി നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. 1987 ഏത് ബാങ്കിന്റെ ATM ആണ്? HSBC ബാങ്കിന്റെ കീഴിലുള്ള ATM ആണ് ആദ്യമായി ഇന്ത്യയിൽ വരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യ ഡബിൾ ഡക്കർ മേൽപ്പാലം സ്ഥാപിതമായത് മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡബിൾ ഡക്കർ മേൽപ്പാലം സ്ഥാപിതമായത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. 2014 ഏപ്രിലാണ് ഇത് സ്ഥാപിച്ചത്. ഓക്കെ, പ്രശസ്തമായ ഇന്ത്യയിലെ സ്റ്റേഡിയമായ വാങ്കഡേഷ് സ്റ്റേഡിയം, ലോകകപ്പ് 2011 ലോകകപ്പ് ഫൈനലൊക്കെ വേദിയായ വാങ്കഡേഷ് സ്റ്റേഡിയം എവിടെയാണ്? മുംബൈയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിൽ ആരംഭിച്ചത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിൽ ആരംഭിച്ചത് മുംബൈയിലാണ്. 2014 ഫെബ്രുവരി 1 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മോണോറെയിൽ 2014 ഫെബ്രുവരി 1 എന്ത് ചെയ്യുന്നു? മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇനി മുംബൈ ആസ്ഥാനമായിട്ടുള്ള, ഇപ്പൊ മുംബൈയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതല്ലാതെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതിൽ മുംബൈ ആസ്ഥാനമായിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI 1969 നിലവിൽ വന്ന RBI-യുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനവും മുംബൈ തന്നെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം SBI-യുടെ ആസ്ഥാനവും മുംബൈ തന്നെയാണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI സ്ഥിതി ചെയ്യുന്നതും മുംബൈയിലാണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ SEBI സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTI സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE എന്ന് പറയുന്നത് അല്ലെ. 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത്. ഓക്കെ,
രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഇത് മഹാരാഷ്ട്രയിലെ ദലാൽ സ്ട്രീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദലാൽ. ഓക്കെ. ഇനി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്, മുംബൈയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനവും മുംബൈയിലാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LICയുടെ ആസ്ഥാനവും മുംബൈ തന്നെയാണ്. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ആസ്ഥാനവും മുംബൈയിലാണ്. നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ് എന്ന് നമ്മൾ വിളിക്കുന്ന നബാർഡ് ബാങ്കിലെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതിന്റെ ആസ്ഥാനവും നബാർഡിന്റെ ആസ്ഥാനവും മുംബൈയിലാണ്. ആക്സിസ് ബാങ്കിന്റെ ആസ്ഥാനവും മുംബൈയിലാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI ബാങ്ക്. ഓക്കെ, IDBI ബാങ്ക് കണ്ടിട്ടുണ്ടല്ലോ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതിന്റെ ഒക്കെ ആസ്ഥാനം, ഈ പറഞ്ഞ എല്ലാത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, തീർന്നില്ല. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഇനി സെൻട്രൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സെൻട്രൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ആസ്ഥാനവും മുംബൈയാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ക്യാൻസർ റിസർച്ച്, അതിന്റെ ആസ്ഥാനവും മുംബൈയിലാണ്. ഓക്കെ. ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇൻ ഇന്ത്യ BCCIയുടെ ആസ്ഥാനവും മുംബൈയിലാണ്. ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ക്രിക്കറ്റ് കൗൺസിലിനെ വിളിക്കുന്ന പേരാണ് BCCI. ഓക്കെ, അതായത് അതുപോലെ എല്ലാ രാജ്യത്തിനും ഓരോ ക്രിക്കറ്റ് ബോർഡുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് ബോർഡാണ് ഏത്? ICC എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഭാരത് പെട്രോളിയത്തിന്റെ ആസ്ഥാനം മുംബൈയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ എവിടെയാണ്? മുംബൈയിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷന്റെ ആസ്ഥാനവും മുംബൈയിലാണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ്. ഇനി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും മുംബൈയിലാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ. ഇനി മുംബൈ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു നഗരമാണ് പൂനെ. ഇനി പൂനെ ആസ്ഥാനമായിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് എവിടെയാണ്? പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിൽ, മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതും പൂനെയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി എന്നിവയൊക്കെ എവിടെയാണ്? പൂനെയിലാണ്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി എന്നിവയൊക്കെ പൂനെയിലാണ്. നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ പൂനെയിലാണ്. കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗും നാഷണൽ എയ്ഡ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പൂനെയിലാണ്. കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗും നാഷണൽ എയ്ഡ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോട്ടൺ റിസർച്ചും എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന സ്ഥലത്താണ്. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോട്ടൺ റിസർച്ചും എവിടെയാണ്? നാഗ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മഹാരാഷ്ട്രയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതെല്ലാം ഒട്ടനവധി ഒരുപാട് പോയിന്റുകളുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടെത്തുന്ന പോയിന്റുകൾ, ഞാൻ പ്രധാനപ്പെട്ട എന്റെ PSC കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടെത്തുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയ ഇനി എന്തെങ്കിലും കറണ്ട് അഫയേഴ്സിൽ വന്നാൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്ന മറ്റു വിവരങ്ങൾ ഇതിനോടൊപ്പം, ഇതിന്റെ നോട്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, വെറുതെ ഒരു ക്ലാസ് കണ്ടിട്ട് അതിന്റെ നോട്ട് നോക്കി അത് മാത്രം പഠിക്കാതെ നമ്മൾ കൂടി എന്ത് ചെയ്യണം? റിസർച്ച് നടത്തണം. എന്നാൽ മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് ഒരു നിയമനം ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത്ര നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏവർക്കും നിങ്ങളുടെ ഇപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.